നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകേണ്ടതുണ്ട്. ഏവരും ഉറ്റുനോക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്, ജില്ല കൂടിയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ പ്രത്യേകതകൾ എന്നുള്ളത് നമ്മൾ പറയാതെ തന്നെ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യം. നഗരസഭയിൽ വീണ്ടും വരുമോ എന്ന ചോദ്യം, മറ്റിടങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷ. ഗോകുൽ പറയൂ. കൃഷ്ണരാജ്, രോഹിണി, എന്തായാലും പത്തനംതിട്ടയിലും ഈ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പന്തളം NSS കോളേജിലാണ്. ഇവിടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥരൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. വോട്ടെണ്ണുന്നതിന് വേണ്ടിയിട്ടുള്ള ടേബിളുകളൊക്കെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും ഓഫീസേഴ്സ് എല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന, വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ ഒരുങ്ങുന്ന ഒരു ജില്ല കൂടിയാണ്. നിലവിൽ 3 ഗ്രാമപഞ്ചായത്തുകളും ഒരു നഗരസഭയും BJP ഭരിക്കുന്ന ഒരു ജില്ല കൂടിയിട്ടാണ്. പാലക്കാടിന് ശേഷം അധികാരത്തിലെത്തുന്ന രണ്ടാമത്തെ നഗരസഭ അത് പന്തളം നഗരസഭയായിരുന്നു. ഇക്കുറി പന്തളം നഗരസഭയിൽ തുടർഭരണം ലക്ഷ്യമിട്ടുകൊണ്ട് BJP പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഒപ്പം അതുകൂടാതെ ചെറുകോല്, കുളനട, കവിയൂർ എന്നിങ്ങനെയുള്ള 3 ഗ്രാമപഞ്ചായത്തുകൾ BJP ഭരിക്കുന്നവയാണ്. അവ കൂടാതെ ഇക്കുറി 10-ലധികം മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഭരിക്കാനായിട്ട് BJP തയ്യാറെടുക്കുകയാണ്. അതിലേറെ പ്രധാനപ്പെട്ടത് ശബരിമല ഉൾപ്പെടുന്ന പെരുന്നാട് പഞ്ചായത്തിൻ്റെ ഒരു കാര്യമാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. പെരുന്നാട് പഞ്ചായത്ത് ഇക്കുറി BJP ഉറപ്പായിട്ടും അധികാരത്തിലെത്തും എന്നുള്ള വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന ഒരു പഞ്ചായത്താണ് പെരുന്നാട് പഞ്ചായത്ത്. അതുകൂടാതെ തന്നെ അയിരൂര്, നാരങ്ങാനം, കോയിപ്രം, കുളനട, പെരുന്നാട്, കോട്ടായങ്ങൽ, ആറന്മുള തുടങ്ങിയിട്ടുള്ള പന്തളം, തെക്കേക്കര തുടങ്ങിയിട്ടുള്ള 10-ലധികം ഗ്രാമപഞ്ചായത്തുകളിൽ വലിയ പ്രതീക്ഷയാണ് BJPക്കുള്ളത്. ആ രീതിയിൽ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും BJP പ്രവർത്തകർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ് ജില്ലയിൽ NDA മുന്നണിയും പ്രത്യേകിച്ച് BJPയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പന്തളം നഗരസഭയിൽ തുടർഭരണം, അത് കഴിഞ്ഞ തവണ 18 സീറ്റുകളായിരുന്നു BJPക്ക് ലഭ്യമായിരുന്നത്. 33 സീറ്റുകളാണ് ആകെ ഉണ്ടായിരുന്നത്. ഇക്കുറി 18-ൽ നിന്നും 20-ൽ മുകളിലേക്ക് തന്നെ സംഖ്യ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ കൃത്യമായിട്ട് സ്വാധീനിക്കുന്ന ഒരു ജനതയാണ് പത്തനംതിട്ടയിലെ ജനത എന്ന് പറയുന്നത്. ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച വിഷയമടക്കം കൃത്യമായിട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. ഇവിടുത്തെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രത്യേകിച്ച് പല മേഖലകളിലും, പത്തനംതിട്ട ജില്ലയുടെ പല മേഖലകളും ഈ ഒരു ഹൈന്ദവ സംസ്കാരം നിലനിൽക്കുന്ന ഒരു മേഖലയോട് കൂടിയാണ്. പ്രത്യേകിച്ച് ഈ ആറന്മുള ഭാഗങ്ങളും അതോടൊപ്പം തന്നെയുള്ള അതിനോട് ചേർന്നിട്ടുള്ള അയിരൂർ അടക്കമുള്ള പഞ്ചായത്തുകളും ഒക്കെ തന്നെ ആ രീതിയിൽ ഹൈന്ദവ സംസ്കാരത്തോടൊക്കെ ഏറെ ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തുകളും തദ്ദേശ സ്ഥാപനങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിലുള്ള വികാരങ്ങളൊക്കെ അവർക്ക് വലുതാണ്. പ്രത്യേകിച്ച് ശബരിമലയെ അടക്കമുള്ള വികാരങ്ങളൊക്കെ വലുതാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ പിന്തുണയ്ക്കുന്നതിലേക്ക് ജനങ്ങളെ എത്തിക്കും, ജനങ്ങളുടെ ചിന്താഗതിയെ മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. എന്തായാലും 66.76% പോളിംഗ് ആണ് പത്തനംതിട്ട ജില്ലയിൽ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത്. മുൻവർഷത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവുണ്ടെങ്കിൽ പോലും അത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിലേക്കാണ് കാര്യങ്ങൾ. വിവരങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്, അതിലൊക്കെ നമുക്ക് വരേണ്ടതും ഉണ്ട്. നമുക്ക് ഒരിടവേള കൂടി, കാരണം 10-20 മിനിറ്റായിട്ടുള്ള നമ്മുടെ ഗോകുൽ ഇരിപ്പുണ്ട്. ഗോകുലിനോട് ഒരു ക്ഷമ ആദ്യമേ ചോദിക്കുകയാണ്.